ഗുരുതരാവസ്ഥയിൽ ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷയുമായ ഖാലിദ സിയയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ ലണ്ടനിലേക്ക് മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഖാലിദ സിയയുടെ കുടുംബാംഗങ്ങളും BNP നേതൃത്വവും ഇത് സംബന്ധിച്ച അടിയന്തര കൂടിയാലോചനകളിലാണ്. രാജ്യത്തിനകത്തെ ചികിത്സാ സംവിധാനങ്ങളിൽ ആരോഗ്യനില മെച്ചപ്പെടാത്ത സാഹചര്യത്തിലാണ് വിദേശ ചികിത്സ എന്ന നിർണായക തീരുമാനത്തിലേക്ക് കുടുംബം എത്തുന്നത്. ഖാലിദ സിയയുടെ ആരോഗ്യനില അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് BNP നേതാക്കൾ സ്ഥിരീകരിച്ചു. ആരോഗ്യപരമായ വെല്ലുവിളികൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിദേശത്തെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പാർട്ടിയുടെയും കുടുംബത്തിന്റെയും നിലവിലെ പ്രധാന ലക്ഷ്യം. പ്രായം 80 പിന്നിട്ട ഖാലിദ സിയയുടെ ചികിത്സാ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് BNP നേതൃത്വം വ്യക്തമാക്കി. ഖാലിദയുടെ ആരോഗ്യനില യാത്രയ്ക്ക് അനുകൂലമാണെങ്കിൽ ഉടൻ തന്നെ അവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുമെന്നും ഇതിനായുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് ഇമാമുൽ ഹഖ് ചൗധരി മാധ്യമങ്ങളെ അറിയിച്ചു. ആരോഗ്യ വിദഗ്ധരുടെ അനുമതി ലഭിക്കുന്ന നിമിഷം തന്നെ വിമാനത്താവളത്തിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലണ്ടൻ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഖാലിദയുടെ മകനും BNPയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ ദീർഘകാലമായി ലണ്ടനിലാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. മകന്റെ സാമീപ്യവും അവിടുത്തെ ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് ലണ്ടൻ കേന്ദ്രീകരിച്ച് ചികിത്സാ നീക്കങ്ങൾ നടത്തുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം താരിഖ് റഹ്മാന്റെ ഭാര്യയും പ്രൊഫഷണൽ ഡോക്ടറുമായ സുബൈദ റഹ്മാൻ വൈകാതെ ധാക്കയിലെത്തും. ധാക്കയിലെ ആശുപത്രിയിൽ കഴിയുന്ന ഖാലിദയുടെ ആരോഗ്യനില നേരിട്ട് പരിശോധിച്ച ശേഷം ലണ്ടനിലേക്കുള്ള യാത്രയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുക സുബൈദയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാകും. സുബൈദ റഹ്മാൻ എത്തിച്ചേരുന്നതോടെ ചികിത്സാ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് BNP വൃത്തങ്ങൾ നൽകുന്ന സൂചന. യാത്രയുടെ സുരക്ഷ, രോഗിയുടെ നിലവിലെ ശാരീരിക ക്ഷമത, യാത്രക്കിടെ ഉണ്ടായേക്കുന്ന വെല്ലുവിളികൾ എന്നിവയെല്ലാം സുബൈദയുടെ പരിശോധനയ്ക്ക് ശേഷം വിലയിരുത്തും. അതേസമയം ഖാലിദ സിയയുടെ യാത്രയ്ക്കായി എയർ ആംബുലൻസ് നൽകാമെന്ന് ഖത്തർ ഗവൺമെന്റ് ഔദ്യോഗികമായി അറിയിച്ചുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഖത്തറിലെ ഈ വാഗ്ദാനം അടിയന്തര യാത്രയ്ക്കുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം പിന്തുണ ഖാലിദ സിയയുടെ വിഷയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഖത്തറിന്റെ ഈ സഹായ വാഗ്ദാനം സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് BNPയുടെയും കുടുംബത്തിന്റെയും ശ്രമം. അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഉൾപ്പെടുന്ന എയർ ആംബുലൻസ് സുരക്ഷിതമായ യാത്രയ്ക്ക് അനിവാര്യമാണ്. ഖാലിദയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ധാക്കയിലെ ആശുപത്രിയുടെ മുകളിൽ ബംഗ്ലാദേശ് സേന ഹെലികോപ്റ്ററുകൾ ലാൻഡിംഗ് റിഹേഴ്സൽ നടത്തിയതായി റിപ്പോർട്ടുണ്ട്. VIP യാത്രകളിലും മെഡിക്കൽ എയർലിഫ്റ്റുകളിലും നിർണായകമായ നടപടി. എപ്പോൾ വേണമെങ്കിലും അവരെ വിമാനത്താവളത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ബംഗ്ലാദേശ് സേനയുടെ ഇടപെടൽ ഖാലിദയുടെ യാത്രയ്ക്ക് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ബഹുമാനം നൽകി അവരുടെ സുരക്ഷിത യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഭരണകൂടവും ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 23-നാണ് 80-കാരിയായ ഖാലിദ സിയയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ധാക്കയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദീർഘകാലമായി അവർ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം നടത്തിയ പരിശോധനകളിൽ അവരുടെ നെഞ്ചിൽ ഗുരുതരമായ അണുബാധ കണ്ടെത്തി. ഈ അണുബാധയാണ് നിലവിൽ അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാക്കാൻ പ്രധാന കാരണം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ രോഗം, ആർത്രൈറ്റിസ് തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ഖാലിദ സിയ ഏറെക്കാലമായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നെഞ്ചിലെ അണുബാധ കൂടി വന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഖാലിദ സിയയെ വിദേശത്തേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിന് നിയമപരമായ ചില കടമ്പകൾ മറികടക്കേണ്ടതുണ്ട്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട അവർക്ക് നിലവിൽ സർക്കാർ ഉത്തരവ് പ്രകാരം താൽക്കാലിക ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. വിദേശയാത്രയ്ക്ക് അനുമതി തേടി കുടുംബം നേരത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ അപേക്ഷയോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ്. മാനുഷിക പരിഗണന നൽകി അനുമതി നൽകുമെന്നാണ് BNPയുടെ പ്രതീക്ഷ. എങ്കിലും ഖാലിദ സിയയുടെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ വിദേശ ചികിത്സയ്ക്കായി അനുമതി നൽകാനുള്ള സമ്മർദ്ദം സർക്കാരിന് മേൽ വർദ്ധിക്കുകയാണ്. രാഷ്ട്രീയ എതിർപ്പുകൾ മാറ്റിവെച്ച് മാനുഷിക പരിഗണന നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഖാലിദയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ BNP പ്രവർത്തകരെയും അനുഭാവികളെയും വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഖാലിദ സിയയുടെ രോഗാവസ്ഥ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തും ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവ് കൂടിയായ അവരുടെ അഭാവം BNPക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. വിദേശ ചികിത്സ എന്നത് ഖാലിദ സിയയുടെ ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല, ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകമാണ്. ഖാലിദയുടെ തിരിച്ചുവരവ് BNP കൂടുതൽ ഊർജ്ജം നൽകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ സുബൈദ റഹ്മാൻ ധാക്കയിലെത്തുന്നതോടെ ലണ്ടനിലേക്കുള്ള യാത്രയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ
പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ നീക്കങ്ങളും കുടുംബവും പാർട്ടിയും സജീവമായി നടത്തുകയാണ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളും ആരോഗ്യ വിദഗ്ധരും കാളിദാസിയുടെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ് ജനതയും BNP അണികളും.